മർക്കസിൽ പ്രവാചകന്റേതെന്ന് അവകാശപ്പെട്ട് സൂക്ഷിച്ചിരിക്കുന്ന മുടി വ്യാജമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞതായി SYS. മുംബൈ സ്വദേശിയായ ഇക്ബാൽ ജാലിവാലയിൽ നിന്നാണ് കാന്തപുരത്തിന് മുടി ലഭിച്ചതെന്നും ഇക്കാര്യം ജാലിവാലയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയെന്നും SYS സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് ഇക്ബാൽ ജാലിയവാലയെ മുംബൈയിൽ ചെന്ന് കണ്ടതെന്ന് SYS ഭാരവാഹികൾ പറഞ്ഞു. പ്രവാചകന്റേതാണെന്ന് അവകാശപ്പെട്ട് ആയിരക്കണക്കിന് മുടികൾ ഇയാളുടെ പക്കലുണ്ട്. എന്നാൽ പ്രവാചകന്റേതാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ജാലിയവാലയുടെ പക്കലില്ല. ഒരു മുടി ചോദിച്ചപ്പോൾ 7 മുടി തങ്ങൾക്ക് തന്നുവെന്നും ഫൈസി പറഞ്ഞു. ഈ മുടികൾ വാർത്താസമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പ്രവാചകരുടേതല്ലെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. അതിന് മൂല്യവും അവിടെ ഇല്ല. ആര് ചെന്ന് അപ്ലിക്കേഷൻ കൊടുത്താലും സാധനം കിട്ടും. ഒരു മുടി കിട്ടണമെന്ന് വിചാരിച്ചാൽ നമ്മൾ അപേക്ഷ കൊടുത്തത്. 7 മുടികൾ അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. കാന്തപുരത്തിന്റെ വശം 2 മുടികളുടെ സ്ഥാനത്ത് 7 മുടി അദ്ദേഹം ഒരുമിച്ച് ഞങ്ങൾക്ക് കൈമാറി. മുടി പ്രവാചകന്റേതാണെന്ന് തെളിയിക്കുന്ന സനത് നൽകണം എന്നാവശ്യപ്പെട്ട കാന്തപുരം മുസ്ലിയാർ ജാലിയവാലയ്ക്ക് അയച്ച കത്ത് അദ്ദേഹം കാണിച്ചു തന്നതായി ഫൈസി പറഞ്ഞു. മുടി വ്യാജമെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ കാന്തപുരം മുസ്ലിയാർ സംഘടനാ നേതൃത്വത്തിൽ നിന്നും രാജിവെക്കണമെന്നും ഫൈസി ആവശ്യപ്പെട്ടു.